ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റാഗി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണം, അതിലുപരി അതീവ രുചികരമായ ഒരു ഭക്ഷണമാണ് റാഗി കലി. അതിന് ഞാനൊരു ബൗളിൽ 2 ഗ്ലാസ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം, അയൺ, ഫൈബർ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയൊരു ഇത് തന്നെയാണ് നമ്മുടെ റാഗി. ഈ റാഗി ദിവസം എങ്ങനെയെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിനും ഒക്കെ നല്ലതാണ് ഈ റാഗി കഴിക്കുന്നത്. ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കണം. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് റാഗി കലി ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. വളരെ ടേസ്റ്റാണ്. എനിക്ക് മാത്രമല്ല, കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ അല്ല ഫോർക്ക് ഉപയോഗിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ കുറുക്കുണ്ടാക്കത്തില്ല കുട്ടികൾക്കൊക്കെ, അതുപോലെ നല്ലതായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷമാണ് ബാക്കി റെഡിയാക്കുന്നത്. ഇതിനകത്ത് ധാരാളം കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലിൻ്റെയൊക്കെ പല്ലിൻ്റെയൊക്കെ ബലം കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ദിവസം ഈ റാഗി കഴിക്കുവാണെങ്കിൽ. പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് റാഗി കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് റാഗി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം സവോളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ അതിലേത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതും കൂടെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റാഗി ഇതിലേക്ക് ഒഴിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. തിളപ്പിച്ചാറിച്ച വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളമോ ഏത് വെള്ളം വേണേലും ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതെ ഇളക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും പിടിക്കാൻ ഇടവരില്ല. അപ്പം നമുക്ക് ഇളക്കിയെടുക്കാൻ വലിയ പാടാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നല്ല കട്ടിയായിട്ട് വരത്തില്ലേ, അതുപോലെ ആക്കി എടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറുക്കി എടുത്തിടുക. അത് നമ്മളിനി നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവമാണ് ഇത്. ആ അടുപ്പിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കുറുക്കി എടുത്തിരിക്കണം. എന്നിട്ട് നമുക്കത് തണുത്ത് കഴിഞ്ഞ് നമ്മുടെ കൈ ഇതുപോലെ വിട്ട് വരുന്ന ആ സ്റ്റേജിലാണ്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാവുന്ന ഒരു ചൂടിൽ നമുക്കിത് ഉരുട്ടിയെടുക്കുക. കുറച്ച് വെള്ളം കയ്യിലും കൂടെ കുറച്ച് വെള്ളം തടകിയിട്ട് അല്ലെങ്കിൽ വെള്ളം തൊട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊഴുക്കട്ടയ്ക്കൊക്കെ ഉരുട്ടുന്ന ആ ഉരുളയിൽ ആ പരുവത്തിലായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മളത് സ്റ്റീമറിൽ വെച്ച് ഒന്നും കൂടി സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം വളരെ ടേസ്റ്റാണ്. ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ വെള്ളം തൊട്ട് ചെറു ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടി എടുത്തിട്ട് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായൊരു അതിലുപരി ആരോഗ്യപ്രദവുമായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് റാഗി കലി. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിന് വേറെ ചേരുവകളൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമാണ്. നല്ല സോഫ്റ്റാണ്. ചൂടോടുകൂടെ മുട്ടക്കറിയോ അല്ലെങ്കിൽ പിന്നെ ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്തിനു വേണ്ട നമ്മുടെ സാമ്പാർ കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. മുട്ടയുടെയൊക്കെ കൂടെ കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പമാണ് റാഗി കലി കഴിക്കുന്നത്. ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സ്വാദിഷ്ടമായൊരു അതിലേറെ ആരോഗ്യ ഗുണവുമുള്ളൊരു
ഇതാണ് പലഹാരമാണ് റാഗി കൊണ്ട് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.